ഇന്നടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെഖീന ടി വിയിലെ പ്രേക്ഷകരായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഇന്ന് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ്, നല്ല വിജയത്തിൻ്റെ മാതാവ് ഈ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളും ഈ സന്ദേശങ്ങൾ നൽകുവാൻ മദർ മരിയാന ടോറസിനെ തിരഞ്ഞെടുത്ത രീതിയും വിധവും ഇപ്പോൾ ഇക്വദോറിൽ ക്വെറ്റോ എന്ന സ്ഥലത്ത് പരിശുദ്ധ അമ്മ ഒരു മിണ്ടാമഠത്തിൽ കൺസെപ്ഷനിസ്റ്റ് സിസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന മിണ്ടാമഠത്തിൽ പരിശുദ്ധ അമ്മ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഇടപെടലുകളെ കുറിച്ചൊക്കെയാണ് ഈ ആഴ്ചകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ എപ്പിസോഡിൽ മദർ മരിയാന ടോറസ് 2 പ്രാവശ്യം മരിച്ചെങ്കിലും സ്വർഗത്തിന്റെ പ്രത്യേക ഇടപെടൽ മൂലം 2 പ്രാവശ്യം ഉയർത്തെഴുന്നേറ്റുവെന്നും ഉയർത്തെഴുന്നേറ്റ സിസ്റ്ററിന് 20-ാം നൂറ്റാണ്ടിൽ സഭ അഭിമുഖീകരിക്കുവാൻ പോകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് വേണ്ടി ആ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മക്കൾക്ക് സാധിക്കുന്നതിന് വേണ്ടി പരിഹാരം ചെയ്യുവാനും പ്രായശ്ചിത്തത്തിന്റെ ഒരു ജീവിതം നയിക്കുവാനും സ്വർഗം ആവശ്യപ്പെട്ടതനുസരിച്ച് സഹന ജീവിതത്തിലൂടെ കടന്നുപോയ സിസ്റ്ററിന്റെ ജീവിതമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണുക. അതിന് തുടർച്ചയായി ഈ എപ്പിസോഡിൽ പരിശുദ്ധ അമ്മ സഹനത്തിലൂടെ ശുദ്ധീകരിച്ച ഈ മകൾക്ക് എപ്രകാരമാണ് പ്രത്യക്ഷപ്പെട്ടതെന്നും അതിൻ്റെയൊക്കെ അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടലിൻ്റെ പ്രസക്തി എന്താണെന്നും ഏത് രീതിയിലാണ് പരിശുദ്ധ അമ്മ ഈ മകളിലൂടെ ഈ ലോകത്തെ ഒരുക്കുന്നതെന്നുമൊക്കെ നമ്മൾ ഈ എപ്പിസോഡിൽ കാണുവാൻ പരിശ്രമിക്കുകയാണ്. പതിനേഴാം നൂറ്റാണ്ടിൽ മദർ മരിയാനയ്ക്ക് പരിശുദ്ധ മറിയം 20-ാം നൂറ്റാണ്ടിനെപ്പറ്റി നൽകിയ സന്ദേശങ്ങൾ ഏറെ ആനുകാലിക പ്രസക്തിയുള്ളവയാണ്. നഷ്ടമാകുന്ന വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസ സത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള സഭയുടെ പരാജയത്തെക്കുറിച്ചും അതിന്റെ ഫലമായി തുടർന്നുണ്ടാകുന്ന ആത്മീയവും സിദ്ധാന്തപരവുമായ പ്രതിസന്ധിയെക്കുറിച്ചും അമ്മ വ്യക്തമായ പ്രവചനങ്ങൾ നൽകി. 1634 ഫെബ്രുവരി 2-ാം തീയതി മരിയാന പരിശുദ്ധ കുർബാനയ്ക്ക് മുൻപിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ മറിയത്തിന്റെ ദർശനമുണ്ടായി. ദേവാലയത്തിലെ വിളക്ക് അണയുകയും അന്ധകാരം വ്യാപിക്കുകയും ചെയ്തു. പരിശുദ്ധ മറിയം പറഞ്ഞു, വിശുദ്ധ കൽപ്പനകൾ വെറുക്കപ്പെടുകയും ഞെരുക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യും. പിശാച് കർത്താവിന്റെ ശുശ്രൂഷകരെ എല്ലാവിധത്തിലും പീഡിപ്പിക്കുകയും ക്രൂരതയോടും സൂക്ഷ്മ ബുദ്ധിയോടും കൂടി തങ്ങളുടെ വിളിയിൽ നിന്നും അവരെ വ്യതിചലിപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും. ദൈവവിളിയിൽ അവിശ്വസ്തത കാട്ടുന്നവർ ക്രൈസ്തവരുടെ ഇടയിൽ അപവാദം പ്രചരിപ്പിക്കുകയും എല്ലാ പുരോഹിതന്മാരുടെയും മേൽ സഭയുടെ ശത്രുക്കളുടെ വിദ്വേഷം വളരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. സാത്താന്റെ പ്രകടമായ ഈ വിജയം മൂലം സഭയിലെ വിശുദ്ധരായ പുരോഹിതർ ഏറെ സഹിക്കേണ്ടി വരും. പ്രിയമുള്ള സഹോദരങ്ങളെ, വലിയ സഹനങ്ങളിലൂടെ സിസ്റ്റർ മരിയാന ടോറസ് കടന്നുപോയ ഈ കാലഘട്ടങ്ങളിലും പരിശുദ്ധ അമ്മ
അവളിൽ നിന്ന് മാറി നിന്നിരുന്നില്ല എന്ന് നമ്മൾ ചരിത്രത്തിലൂടെ മനസ്സിലാക്കുകയാണ്. ഈ പ്രതികൂല സാഹചര്യങ്ങളിലും പരിശുദ്ധയാം അവളോട് ചേർന്ന് നിന്നിരുന്നു. ഒപ്പം ഈ കോൺവെന്റിലെ മറ്റ് സിസ്റ്റേഴ്സിനെയും പലപ്പോഴും പല സിദ്ധാന്തങ്ങൾക്കൊക്കെ പുറമേ പോയി ഈ സിസ്റ്ററിന് വേദനകളും ദുഃഖങ്ങളും ഒക്കെ നൽകിയ മറ്റ് സിസ്റ്റേഴ്സിന്റെ പോലും ആത്മാക്കളെ രക്ഷിക്കുവാൻ പരിശുദ്ധ അമ്മ വ്യഗ്രതയോടുകൂടി ഈ കോൺവെന്റിലേക്ക് കടന്നു വരികയും സന്ദേശങ്ങളിലൂടെ മദർ മരിയാനയിലൂടെ തന്നെ ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തു എന്നതും വളരെ വിലപ്പെട്ട സംഭവങ്ങളാണ്. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ആത്മാവ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു സിസ്റ്ററിനെ നിത്യരക്ഷയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മ മദർ മരിയാന ടോറസിന് പ്രത്യേകം സന്ദേശം നൽകി. മദറിനോട് ഇപ്രകാരം ആവശ്യപ്പെടുകയാണ്: ഈ മകളുടെ ആത്മാവിനെ നേടുന്നതിന് വേണ്ടി 5 വർഷം നിനക്ക് നരകയാതന അനുഭവിക്കുവാൻ സാധിക്കുമോ എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, നരകയാതന എന്ന് പറയുമ്പോൾ നരകത്തിൽ അനുഭവിക്കുന്ന അതേ വേദനകൾ നിനക്ക് ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കുവാൻ സാധിക്കുമോ എന്നാണ് പരിശുദ്ധമ്മ ചോദിക്കുന്നത്. ഇപ്രകാരം 5 വർഷം നരകത്തിൽ അനുഭവിക്കുന്ന അതേ വേദന ആരെങ്കിലും ഈ ലോകത്ത് അനുഭവിച്ച് സഹിച്ച് കാഴ്ചവെച്ചെങ്കിൽ മാത്രമേ ഈ ഒരു ആത്മാവിനെ നേടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് പരിശുദ്ധമ്മ പറഞ്ഞു കൊടുക്കുക. മദർ മരിയാന ടോറസ് അത് സ്വീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പിന്നീട് കാണുന്ന ഇപ്രകാരമാ. നരകത്തിലെ യാതന എന്ന് പറയുന്നത് 2 തരം യാതനകളാണെന്ന് പരിശുദ്ധമ്മ വെളിപ്പെടുത്തി കൊടുത്തു. ഒന്ന്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള സഹനം. പഞ്ചേന്ദ്രിയങ്ങളിലുള്ള സഹനമാണ് ഒന്ന്. വലിയ തീക്കുള്ളിൽ കിടന്ന് നമ്മൾ പൊള്ളലേൽക്കുന്ന ആ വലിയ വേദന, സ്പർശനത്തിലൂടെ ശരീരം മുഴുവൻ ഉരുകി ഇല്ലാതാകുന്ന ആ വലിയ തീപ്പൊള്ളലിന്റെ വേദന. പിന്നെ വളരെ മോശമായ ദുർഗന്ധം അനുഭവിച്ച് നരകത്തിൽ വലിയ പീഡ അനുഭവിക്കുന്ന സാഹചര്യം. മോശമായ ദുർഗന്ധം, അവൾ ജീവിച്ചിരിക്കുമ്പോഴും പലപ്പോഴും ഈ ദുർഗന്ധം സഹിക്കാനാവാതെ തളർന്നു പോയ അവസ്ഥകളുണ്ട്. ഭീകരമായ പിശാചുകൾ രൂപം കണ്ട് ഞെട്ടിവിറച്ച് ബോധം കെട്ടുപോകുന്ന അവസ്ഥ. ഇങ്ങനെ നരകത്തിലെ യാതനകൾ അനുദിനം അനുഭവിക്കാൻ ഇവൾ വിധിക്കപ്പെടുകയാണ്. ഒന്നാമത്തെ യാതനയാണ് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള സഹനം. ഇനി രണ്ടാമത്തെ യാതനയാണ് ഏറ്റവും വലിയ യാതന. അതായത് നരകത്തിലുള്ള ഏറ്റവും വലിയ വേദന ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇനി ഒരു പ്രതീക്ഷയുമില്ല, സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഒരു ചാൻസുമില്ല. എല്ലാ ദൈവമായിട്ടുള്ള സകല ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ട ഒരവസ്ഥ. 5 വർഷം ദൈവത്തോട് ചേർന്നിരുന്ന ഈ മകൾ ദിവികാരുണ്യ ഈശോയെ നിരന്തരം ആരാധിച്ചുകൊണ്ട് ഏതാണ്ട് 1 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ മാത്രം ഉറങ്ങി ബാക്കി സമയം മുഴുവൻ ദിവികാരത്തോട് ചേർന്ന ഈ മകൾ ഈ 5 വർഷം ദൈവവുമായുള്ള സകല ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. മദർ മരിയാന പിന്നീട് പങ്കുവയ്ക്കുന്ന ഇപ്രകാരമാ. ആ സാഹചര്യമായിരുന്നു അവൾക്ക് ഒട്ടും താങ്ങാനാവാത്ത സാഹചര്യം. എങ്കിലും പരിശുദ്ധയമ്മ കൃപ നൽകി, ശക്തി നൽകി 5 വർഷക്കാലം ഈ സഹനത്തിലൂടെ നരകയാതനയിലൂടെ അവൾ കടന്നുപോയി. അതിനുശേഷം ഈ സിസ്റ്ററിന്റെ ജീവിതത്തിൽ വലിയ മാനസാന്തരം സംഭവിച്ചതായും ഈ സിസ്റ്റർ പിന്നീട് വലിയ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്നു വന്നതായും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇപ്രകാരമുള്ള വലിയ സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും വിശുദ്ധീകരണ പ്രക്രിയകളിലൂടെയും കടന്നുപോയി വിശുദ്ധീകരിക്കപ്പെട്ട് പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും പരിഹാര പ്രവൃത്തിയിലും കഴിഞ്ഞ സിസ്റ്റർ മരിയാന ടോറസിന്റെ അടുത്തേക്ക് 1594 ഫെബ്രുവരി മാസം 2-ാം തീയതി പരിശുദ്ധയമ്മ കടന്നു വരികയാണ്. വളരെ സുന്ദരിയായ ഒരു യുവതിയുടെ വേഷത്തിൽ പരിശുദ്ധയമ്മ ചാപ്പലിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന മദർ മരിയയുടെ അടുത്തേക്ക് കടന്നു വരുന്നു.
അമ്മ കടന്നു വന്ന് ഇപ്രകാരമാ: തൻ്റെ ഇടത് കൈയിൽ ഉണ്ണീശോ, തൻ്റെ വലതു കൈയിൽ ഒരു അംശവടി. ഇപ്രകാരമാണ് പരിശുദ്ധ അമ്മ കടന്നു വരുന്നത്. അമ്മയെ കണ്ടപ്പോൾ മദർ മരിയാനയ്ക്ക് മനസ്സിലായി ഇത് പരിശുദ്ധ അമ്മയുടെ യഥാർത്ഥമായ പ്രത്യക്ഷപ്പെടലാണെന്ന്. ഇത്രയും നാളും അമ്മ ചിന്തയിലൂടെയും ജ്ഞാനത്തിലൂടെയും ദർശനങ്ങളിലൂടെയും ഒക്കെയാണ് പരിശുദ്ധ അമ്മ സന്ദേശങ്ങൾ നൽകിയിരുന്നത് മദർ മരിയാന ടോറസിന്. ഇത് അമ്മയുടെ സാക്ഷാൽ പ്രത്യക്ഷപ്പെടലാണ്. അമ്മയെ കണ്ടയുടനെ, പരിശുദ്ധയമ്മയെ കണ്ട സന്തോഷത്തോടെ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ച് ഈ നരക യാതനകളൊക്കെ ശേഷം പരിശുദ്ധയമ്മയുടെ യഥാർത്ഥമായ സാന്നിധ്യം അനുഭവിച്ച് മദർ മരിയാന ടോറസ് അമ്മയോട് ചോദിച്ചു: അമ്മേ, എന്തുകൊണ്ടാ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെടുന്നത്? അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞത് ഇപ്രകാരമാ: മോളെ, നീ കടന്നു പോകുന്ന സഹനങ്ങൾ ഞാൻ കാണുന്നുണ്ട്. നീ കടന്നുപോയ ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം എൻ്റെ പുത്രന്റെ മുൻപിലുണ്ട്. നീ സഹിച്ച ഒരു വേദന പോലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഇനിയും നിനക്ക് സഹിക്കുവാനുണ്ട്. അതുകൊണ്ട് നിന്നെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയാ ഞാൻ നിന്റെ അടുത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന്. ഈ സഹനങ്ങളിൽ നീ തളർന്നു പോയ അനേക സാഹചര്യങ്ങളുണ്ട്. എങ്കിലും സ്വർഗത്തിൻ്റെ ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് നീ അതെല്ലാം ഏറ്റെടുത്തു. ഇനി നീ തളരാൻ പാടില്ല. അതുകൊണ്ടിതാ ഞാനിനി നിന്റെ കൂടെയുണ്ട്. നിന്നെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ നിന്നോട് കൂടെ എന്നും ഉണ്ടാകുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. പിന്നീട് അമ്മ ഈ പ്രത്യക്ഷപ്പെട്ട ആ നിമിഷത്തിൽ എന്തുകൊണ്ട് ഉണ്ണിയേശുവിനെ ഇടത് കൈയിൽ പിടിച്ചുവെന്നും എന്തുകൊണ്ട് വലത് കൈയിൽ അംശമടി പിടിച്ചിരിക്കുന്നുവെന്നും ഒക്കെ അമ്മ പറഞ്ഞു കൊടുത്തു. ഇപ്രകാരമാണ് അമ്മ പറഞ്ഞു കൊടുക്കുക. സാധാരണഗതിയിൽ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ വലത് കൈ കൊണ്ടാണ് കൊടുക്കുക. എന്നാൽ അമ്മ വന്നിരിക്കുന്ന ഉണ്ണീശയെ കൊടുക്കാനല്ല. കാരണം പിടിച്ചിരിക്കുന്ന ഇടത് കൈയില. ഇടത് കൈയിൽ എന്തെങ്കിലും പിടിച്ചാൽ അതിൻ്റെ അർത്ഥം അത് നമ്മൾ പിടിച്ചു വെച്ചു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുക. വലത് കൈയിലാണെങ്കിൽ അത് കൊടുക്കാൻ, ഇടത് കൈയിലുള്ളത് പിടിച്ചു വെച്ചിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്ത ഇപ്രകാരമാ: മകളെ, 20-21 നൂറ്റാണ്ടുകളൊക്കെ ദൈവനീതിപരമായി ദൈവം ഈ ലോകത്തിടപെടുന്ന നൂറ്റാണ്ടുകളാണ്. ദൈവനീതിപരം എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്നവന് അനുഗ്രഹവും തിന്മ ചെയ്യുന്നവന് ശിക്ഷയുമാണ് ദൈവനീതി. ദൈവം നീതിപൂർവം ഇടപെടാൻ പോകുന്ന നൂറ്റാണ്ടുകളാണ് ഈ നൂറ്റാണ്ടുകൾ. ദൈവം തന്റെ നീതിപൂർവമായ ഇടപെടലുകൾ ഈ നൂറ്റാണ്ടുകളിൽ ഈ ലോകത്ത് നടത്തുമ്പോൾ അത് താങ്ങാനാവില്ല അനേകം മക്കൾക്ക്, സഭയ്ക്ക് പോലും. അതുകൊണ്ട് ഞാൻ ഉണ്ണിയേശുവിനെ ഇടത് കൈയിൽ പിടിച്ചിരിക്കുന്നതിന് കാരണം അർത്ഥം ഇതാണ്: ദൈവത്തിൻ്റെ നീതിപൂർവമായ ഇടപെടലിനെ പോലും സ്വാധീനിക്കുവാൻ എനിക്ക് സാധിക്കും എന്ന് ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയാ ഞാൻ ഉണ്ണിയെ ഇടത് കൈയിൽ പിടിച്ചിരിക്കുക. അവനെ എനിക്ക് പിൻവലിക്കാനായിട്ട് സാധിക്കും. അവൻ നീതിപൂർവമായി ഇടപെടുമ്പോൾ മോനെ അരുത് എന്ന് പറഞ്ഞ് ഈ ലോകത്തെ വലിയ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുവാൻ എനിക്ക് സ്വർഗം അധികാരം തന്നിട്ടുണ്ട് എന്ന് ഈ ലോകം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാ ഉണ്ണിയെ ഞാൻ ഇടത് കൈയിൽ പിടിച്ചു വച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മോടുള്ള സ്നേഹമാ ഇവിടെ നമ്മൾ കാണുക. ഈ നൂറ്റാണ്ടിൽ സ്വർഗം പ്രവചിച്ച നൂറ്റാണ്ട് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടമല്ലേ. വീണ്ടും പരിശുദ്ധ അമ്മയുടെ വലതുകൈയിലെ അംശവടി എന്താണ് എന്ന് പരിശുദ്ധം വെളിപ്പെടുത്തി കൊടുത്തു. വർഷങ്ങളായി ഇക്വദോറിലെ ക്വിറ്റോയിലുള്ള ഈ മഠം, മിണ്ടാം മഠത്തെ തകർക്കുവാനായി സാത്താൻ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. മാറി മാറി വന്ന ഗവൺമെന്റുകൾ ഇവർക്കെതിരെ കടന്നു വന്നു. പല രീതിയിലുള്ള ആഭ്യന്തര കലാപം പോലും മഠത്തിനുള്ളിലുണ്ടായി. ഇപ്രകാരം മദർ സുപ്പീരിയറായിരുന്ന മദർ മരിയാന ടോറസ് വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. അനേകം വർഷം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു.
ഇപ്രകാരം വലിയ വേദനയിലൂടെ കടന്നുപോയ സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇനി മുതൽ ഈ മഠത്തിന്റെ ആശ്രമ ശ്രേഷ്ഠ ഞാനായിരിക്കുമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാ അധികാരത്തിന്റെ അംശവടിയുമായി ഞാൻ നിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുക എന്ന്. ഇനി മുതൽ, അതായത് പരിശുദ്ധ അമ്മ എന്നിട്ട് പറഞ്ഞു, ലോകത്തിന്റെ അവസാനം വരെ ഈ മഠം ഇവിടെ നിലനിൽക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്ത് മറ്റൊരു സ്ഥലത്തും ഇപ്രകാരമുള്ള സന്ദേശങ്ങൾ അമ്മ നൽകിയിട്ടില്ല. ലോകാവസാനം വരെ നരകവാതിലുകൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് വചനത്തിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ പരിശുദ്ധ അമ്മ പറയുകയാ, ലോകാവസാനം വരെ ഞാൻ ഈ ആശ്രമത്തിന്റെ, ഈ കോൺവെന്റിന്റെ ആശ്രമ ശ്രേഷ്ഠയായി ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും. എന്നിട്ട് ഈ സ്ഥാപനം, ക്വിറ്റോയിലുള്ള ഈ സ്ഥാപനം ലോകാവസാനം വരെ നിലനിൽക്കും എന്ന സന്ദേശവും പരിശുദ്ധ അമ്മ നൽകുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നും ലോകം വലിയ അത്ഭുതത്തോടെ വീക്ഷിക്കുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സാക്ഷ്യം ഈ നൂറ്റാണ്ടിലും ക്വിറ്റോയിലെ ഈ കോൺവെന്റിൽ നിലകൊള്ളുന്നു. 1599 പരിശുദ്ധ അമ്മ മദർ മരിയാനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്രകാരം പറഞ്ഞു, നീ എന്നെ കാണുന്നത് പോലെ ഈ രൂപത്തിൽ, ഈ ഉയരത്തിൽ, ഈ വീതിയിൽ എന്നെ ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ ഒരു പ്രതിമ, എൻ്റെ മാതാവിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി ചാപ്പലിൽ വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിനോട് ചേർന്ന് പരിശുദ്ധ ഇപ്രകാരം കൂട്ടിച്ചേർത്തു, ഈ പ്രതിമ ഉണ്ടാക്കുവാൻ ഈ പട്ടണത്തിൽ, ക്വിറ്റോ പട്ടണത്തിൽ തന്നെ സെനേറോ ഫ്രാൻസിസ്കോ കസ്റ്റിലിനോ എന്ന ഒരു ശില്പിയുണ്ട്. ഈ ശില്പിയെ കൊണ്ട് വേണം ഈ പ്രതിമ ഉണ്ടാക്കിക്കുവാനെന്നും പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടു. വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ശില്പിയാണ് ഇദ്ദേഹമെന്നും ഇദ്ദേഹത്തെ കൊണ്ട് വേണം ഈ പ്രതിമ ഉണ്ടാക്കണം എന്ന് സ്ഥലത്തെ മെത്രാനോട് ആവശ്യപ്പെടുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടു. വളരെ സീരിയസ് ആയി പരിശുദ്ധ അമ്മ പറഞ്ഞതുകൊണ്ട് മദർ മരിയാന ഈ അളവൊക്കെ എടുത്ത് മെത്രാനെ കാണുവാനായിട്ട് പോയി. മെത്രാനോട് ഈ ആവശ്യം പങ്കുവെച്ചു. മെത്രാൻ ഹൃദയപൂർവ്വം അത് സ്വീകരിക്കുകയാണ്. പരിശുദ്ധ അമ്മ ഇടപെടലാണെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ സ്ഥലത്തെ മെത്രാൻ അത് ഹൃദയപൂർവ്വം സ്വീകരിച്ചു. ഇപ്രകാരം പരിശുദ്ധ അമ്മ പറഞ്ഞ ശില്പിയെ മെത്രാൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഈ ശില്പിയെ ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. ഇങ്ങനെ മെത്രാന്റെ നേതൃത്വത്തിൽ, അതായത് മെത്രാന്റെ ഗൈഡൻസിൽ തന്നെ ആ കോൺവെന്റ് ചാപ്പലിൽ വെച്ച് തന്നെ ഇത് പണിയുവാൻ ആരംഭിക്കുകയാണ്. ഇപ്രകാരം ഈ പണി മുന്നോട്ട് പോയി. അങ്ങനെ ഏതാണ്ട് പരിശുദ്ധയമ്മയുടെ രൂപം പൂർത്തിയാകേണ്ട ഒരു സമയമായി. ഇനി ഉണ്ണി ഈശോയുടെയും പരിശുദ്ധയമ്മയുടെയും മുഖം മാത്രമാണ് ഇനി ഉണ്ടാക്കാനുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അന്ന് രാത്രി പുലർച്ചെ 3 മണി സമയമായപ്പോൾ പരിശുദ്ധയമ്മ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോട് കൂടെ, പരിശുദ്ധ ത്രിത്വത്തോടു കൂടെ, മുഖ്യദൂതന്മാരായ വിശുദ്ധ മിഖായേൽ മാലാഖയോടും വിശുദ്ധ റഫായേൽ മാലാഖയോടും വിശുദ്ധ ഗബ്രിയേൽ മാലാഖയോടും കൂടെ ആ കോൺവെന്റിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് സംഭവിച്ചത് ഇപ്രകാരമാണ്. ഈ മാലാഖമാർ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നേതൃത്വത്തിൽ ഈ രൂപത്തിന്റെ അടുത്ത് കടന്നു ചെന്ന് ഈ രൂപത്തിന്റെ പൂർത്തീകരിക്കേണ്ട പണികളൊക്കെ മിഖായേൽ മാലാഖയും ഗബ്രിയേൽ മാലാഖയും റഫായേൽ മാലാഖയും പണി പൂർത്തിയാക്കുന്ന അത്ഭുതകരമായ ദൃശ്യം ആരാധിച്ചു കൊണ്ടിരുന്ന സിസ്റ്റേഴ്സ് കാണുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മാലാഖമാര് പൂർത്തിയാക്കപ്പെട്ട ഈ ചിത്രം, ഈ രൂപം പിറ്റേന്ന് രാവിലെ മറ്റ് സിസ്റ്റേഴ്സ് എല്ലാവരും ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. സിസ്റ്റേഴ്സ് ഈ കാര്യം സ്ഥലത്തെ മെത്രാനെ അറിയിച്ചു. മെത്രാൻ പെട്ടെന്ന് വന്നു, ശില്പിയും കൂടെ വന്നു. ശില്പി അത് നോക്കിയപ്പോൾ ഒരിക്കലും തനിക്ക് പണിയാൻ സാധിക്കാത്ത രീതി അത്ര മനോഹരമായി, താൻ ഇതുവരെ ഈ ലോകത്ത് ഉപയോഗിച്ചിട്ടില്ലാത്ത പെയിന്റ് ഉപയോഗിച്ച് അത്ഭുതകരമായ ഒരു സർഗത്തിന്റെ പെയിന്റുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചതുപോലെ മനോഹരമായിരിക്കുന്ന ചിത്രം, ആ രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ ശില്പിക്ക് വലിയ അത്ഭുതമായി. മെത്രാന്റെ മുൻപിൽ നിന്ന് ഒരു സാക്ഷ്യപത്രം വാങ്ങി ഈ ശില്പി അതിൽ എഴുതി വെച്ചു, ഈ രൂപത്തിന്റെ ഈ ഭാഗങ്ങൾ
ഞാൻ കൊത്തിയതല്ല എന്ന്, ഈ ലോകത്ത് ആരും കൊത്തിയതല്ല എന്ന് ആ മുദ്രപത്രത്തിൽ എഴുതി വെച്ച് ശില്പി ഒപ്പിട്ടു. ഒപ്പം സ്ഥലത്തെ മെത്രാനും അതിൽ ഒപ്പുവെച്ച് അംഗീകരിച്ചു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മദർ മരിയാന ടൊറസിനുള്ള പ്രത്യക്ഷപ്പെടലുകൾക്ക് സഭയുടെ ഔദ്യോഗിക അംഗീകാരമായി. പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നീട് മദർ മരിയാനയും മറ്റ് സിസ്റ്റേഴ്സും കണ്ടത് ഇപ്രകാരമാ. പരിശുദ്ധ അമ്മ ഈ രൂപത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ അമ്മ നേരിട്ട്, ജീവനുള്ള അമ്മ ഈ രൂപത്തിലേക്ക് പ്രവേശിച്ച് സക്രാരിക്ക് നേരെ തിരിഞ്ഞു നിന്ന് അവിടെ ആരാധിച്ചു കൊണ്ടിരുന്ന സിസ്റ്റേഴ്സിനോട് കൂടെ നിന്ന് ഈ സക്രാരി ദൈവത്തിന്റെ മുൻപിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് മറിയത്തിന്റെ സ്തോത്രഗീതം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് സിസ്റ്റേഴ്സ് കാണുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഈ രൂപം ഇന്നും ആ കോൺവെന്റ് ചാപ്പലിൽ അതുപോലെ നിലനിൽക്കുന്നു. 500 വർഷങ്ങൾക്ക് ശേഷവും നമുക്കറിയാം 1600 ആരംഭത്തിലാണ് സംഭവിക്കുക. ഇന്ന് ഈ 2020 ആ രൂപം അതുപോലെ ഒരു പെയിന്റുകൾക്ക് പോലും വ്യത്യാസമില്ലാതെ ഇന്നും ആ കോൺവെന്റിൽ പരിശുദ്ധയമ്മയുടെ യഥാർത്ഥമായ സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിലനിൽക്കുന്നുവെന്നുള്ളത് ലോക ചരിത്രത്തെ തന്നെ അമ്പരപ്പിക്കുന്ന സാക്ഷ്യമാണ്. 20-ാം നൂറ്റാണ്ടിൽ സഭയിൽ സംഭവിക്കാനിരിക്കുന്ന വിശ്വാസത്യാഗത്തെപ്പറ്റി അമ്മ പറഞ്ഞതെല്ലാം നിറവേറിയതിന് ചരിത്രം സാക്ഷിയായി. അമ്മ പ്രവചിച്ചു, വിഷാദാത്മകമായ ആ നാളുകളിൽ അനിയന്ത്രിതമായ സുഖഭോഗങ്ങളുടെ പ്രലോഭനങ്ങളിൽപ്പെട്ട് അസംഖ്യം ആത്മാക്കൾ ചാബല്യപ്പെട്ട് പാപക്കിണിയിൽപ്പെടും. കുട്ടികളിൽ നിഷ്കളങ്കത നഷ്ടമാകും. സ്ത്രീകളിലോ മിതത്വം കാണപ്പെടുകയില്ല. സഭയുടെ അതിപ്രധാനമായ ഈ ഘട്ടത്തിൽ സഭയ്ക്കു വേണ്ടി സ്വരമുയർത്തേണ്ടവർ നിശബ്ദരാകും. അനേകർ സുഖഭോഗങ്ങളിൽ മതിമറന്ന് ധാർമ്മികമായി അധപതിക്കും. സമ്പത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും മോഹങ്ങൾ സഭാധികാരികളെ പോലും കീഴ്പ്പെടുത്തും. പുരോഹിതർ തങ്ങളുടെ പവിത്രമായ ദൗത്യം നിർവഹിക്കുന്നതിൽ ഉദാസീനരാകും. നിങ്ങളുടെ ഹൃദയത്തിന്റെ സ്വകാര്യതയിൽ ക്ഷീണം കൂടാതെയുള്ള നിലവിളിയോടും വിലാപത്തോടും കൂടെ ആപത്തിന്റെ ഈ നാളുകളിൽ പ്രാർത്ഥിക്കുക. വീണ്ടും കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് പീഡനങ്ങൾ ഈ കോൺവെന്റിനെതിരെ വന്നു. കോൺവെന്റ് നശിപ്പിക്കുവാൻ അനേകർ പരിശ്രമിച്ചപ്പോൾ സിസ്റ്റർ മരിയാന ടോറസിന് പരിശുദ്ധയമ്മ നൽകിയ സന്ദേശങ്ങളൊക്കെ സിസ്റ്റർ എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകമുണ്ടായിരുന്നു. എല്ലാ സന്ദേശങ്ങളും എഴുതി വച്ചിരിക്കുന്ന പുസ്തകം. ഇത് നഷ്ടപ്പെടും എന്ന് ഒരു സാഹചര്യം വന്നപ്പോൾ കോൺവെന്റിൽ അന്നുണ്ടായിരുന്ന ഒരു സിസ്റ്റർ, അത് ഏതാണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടുകളിലാണ്, ഒരു സിസ്റ്റർ നഷ്ടപ്പെടാതെ ഒരു കോൺവെന്റിന്റെ ഭിത്തി തുറന്ന് ഭിത്തിക്കകത്ത് ഇത് വെച്ച് പ്ലാസ്റ്റർ ചെയ്ത് വെച്ചു. കാരണം പിന്നീട് വരുന്നവർ ഇത് എടുത്തുകൊണ്ട് പോകാതെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് സൂക്ഷിച്ച് വെച്ചു. പ്രിയമുള്ളവരെ, പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ആ പുസ്തകം കോൺവെന്റിൽ എവിടെയോ ഒരു ഭിത്തിക്കകത്തുണ്ട് എന്നല്ലാതെ അതെവിടെയാണെന്ന് ആർക്കും അറിയില്ല. എന്നാൽ 1790 മദർ മരിയാന ടെറസ് ഒരു ഫ്രാൻസിസ്കൻ വൈദികനായ മാനുവൽ സൂസ പെരേരയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് തനിക്ക് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ലഭിച്ച എല്ലാ ദൈവിക ഇടപെടലുകളും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളും താൻ നഷ്ടപ്പെട്ടു പോയ, താൻ എഴുതി വെച്ച ആ പുസ്തകത്തിലെ തനിക്ക് ലഭിച്ച എല്ലാ ദൈവ അനുഭവങ്ങളും ഈ വൈദികന് വെളിപ്പെടുത്തി കൊടുത്തു. ഈ വൈദികൻ ഇതെല്ലാം സ്വീകരിച്ച് പിന്നീട് അവിടെ അവൈലബിൾ ആയിരുന്ന കഴിഞ്ഞകാല കുറിപ്പുകളും ഡോക്യുമെന്റ്സും ഒക്കെ പരിശോധിച്ചപ്പോൾ അതൊക്കെ സത്യമാണെന്നും യാഥാർത്ഥ്യമാണെന്നും മനസ്സിലാക്കി 2 വാല്യങ്ങളായി മദർ മരിയാന ടൊറസ് ഈ വൈദികന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. അതിൽ നിന്നാണ് ഇപ്പോൾ ഈ അനുഭവങ്ങളൊക്കെ ലോകത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, 1906 ഈ മഠം, നൂറ്റാണ്ടുകളായി നിലനിന്ന ഈ കോൺവെന്റ് പുതുക്കി പണിയുവാനായി പരിശ്രമിച്ച സമയത്ത്
മദർ മരിയാന ടൊറസിനെ അടക്കം ചെയ്തിരുന്ന ശവകുടീരം തുറന്നു. ശവകുടീരം തുറന്നപ്പോൾ പ്രിയമുള്ളവരെ, ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 1600കളിൽ മരിച്ച മദർ മരിയാന ടൊറസിന്റെ ശവശരീരം ഇന്നും അഴുകാതെ ഇരിക്കുന്നതായി കാണുകയാണ്. 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ ലോകത്ത് അനുഭവിക്കുവാനിരിക്കുന്ന എല്ലാ തിന്മകൾക്കും എതിരായി പരിഹാരം ചെയ്തും പ്രാർത്ഥിച്ചും പ്രായശ്ചിത്തം ചെയ്തും ജീവിച്ചതിൻ്റെ ഒരു അംഗീകാരമായി സ്വർഗം മദർ മരിയാന ടൊറസിനെ ഉയർത്തിയിരിക്കുന്നതായി ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും മദർ മരിയാന ടൊറസിന്റെ അഴുകാത്ത ശരീരം ഈ സ്വർഗത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമായി ക്വിറ്റോയിൽ കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവിക്കുവാൻ പോകുന്ന ജനസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവനും പരിഹാരമായും പ്രായശ്ചിത്തമായും കാഴ്ചവെച്ച ഒരു വിശുദ്ധ ജീവിതം നയിച്ച ഒരു സിസ്റ്ററിൻ്റെ ജീവിതത്തിലൂടെ സ്വർഗം ഈ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഇടപെടലുകളെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇനി അടുത്ത എപ്പിസോഡിൽ ഈ സിസ്റ്ററിന് പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നൽകിയ നമ്മുടെ ഈ നൂറ്റാണ്ടിൽ നമ്മുടെ ഈ കാലഘട്ടത്തിന് വേണ്ടിയുള്ള വളരെ പ്രസക്തമായ വളരെ വിലപ്പെട്ട മുന്നറിയിപ്പുകളുടെ സന്ദേശങ്ങൾ എന്താണ് എന്ന് നാം മനസ്സിലാക്കാൻ പരിശ്രമിക്കും. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അടുത്ത എപ്പിസോഡിൽ ഇത്രമാത്രം ഒരുക്കത്തോടുകൂടി, ഇത്രമാത്രം സഹനത്തോടുകൂടി, ഇത്രമാത്രം പരിഹാരത്തോടുകൂടി ജീവിച്ച ഈ സിസ്റ്ററിന് സ്വർഗം പരിശുദ്ധ അമ്മയിലൂടെ നൽകിയ സന്ദേശങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ ഈ ലോകത്ത് ഈ കാലഘട്ടത്തിൽ എത്തിക്കുവാനുള്ള കൃപ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിൽ പ്രവർത്തിക്കുന്ന എല്ലാ മർക്കർക്കും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ജ്ഞാനം എനിക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ പങ്കുവയ്ക്കുവാൻ പോകുന്ന കാര്യങ്ങൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട മുന്നറിയിപ്പുകളാണ്. അത് സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഈ ലോകം മുഴുവനും എത്തപ്പെടുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും സ്വർഗം നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തെ സകല തിന്മകളിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി നൂറ്റാണ്ടുകളായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, വിശ്രമമില്ലാതെ ഓടി നടന്ന് മനുഷ്യന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന പരിശുദ്ധ അമ്മയെ മാതാവേ, ഞങ്ങളുടെ ഈ നൂറ്റാണ്ടിൽ ഞങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി സ്വർഗം നടത്തിയിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും ഏറ്റെടുത്തുകൊണ്ട്, സ്വർഗം നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി ജീവിക്കുവാനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിത്യരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോടും വിശുദ്ധ ലൂയിസ് ദി മോൺഫോർഡിനും ചേർന്ന് മാതാവേ പ്രാർത്ഥിക്കുന്നു. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ്. ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.